ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോഷ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? കൊറോണയ്ക്കാണ്, അതുകൊണ്ട് ആരും അനാവശ്യമായിട്ട് പുറത്തിറങ്ങണ്ട. കാരണം ഇപ്പോൾ കൊറോണയൊക്കെ കൂടുതലാണ്, എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കുക്കിങ്ങിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ മന്തി. ഇതൊരു ഈസി റെസിപ്പിയാണ്. ബിരിയാണി പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മന്തി ഒന്ന് ഉണ്ടാക്കിയാലോ? ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ ഗരം മസാല, 1.5 സ്പൂൺ കുരുമുളക് പൊടി, ഇനി 2 പീസ് മാഗി ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. ഞാനിവിടെ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കളർ ആഡ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് അല്പം വിനാഗിരി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ എല്ലാം മിക്സ് ചെയ്യണം. മാഗി മസാലയൊക്കെ അതിൽ പിടിക്കണം, അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. ഇതിൽ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ മാഗി സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഉപ്പ് ചേർക്കണ്ട. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു ചിക്കൻ 4 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഓരോ പീസിലും ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചിക്കൻ ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇതേപോലെ നല്ലപോലെ കുത്തി കൊടുക്കണം, എന്നാലാണ് ഈ മസാലയ്ക്ക് ചിക്കനിലോട്ട് ഇറങ്ങുള്ളൂ. ഇനി ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് നമുക്ക് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ലപോലെ എല്ലാ സൈഡും നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. എല്ലാ ചിക്കനും ഇതേപോലെ നമുക്ക് തേച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ചിക്കനിലോട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂറെങ്കിലും ഒന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ 750 ഗ്രാം മന്തി റൈസാണ് എടുക്കുന്നത്. ഇത് നമ്മൾ കഴുകിയിട്ട് ഇനി 20 മിനിറ്റ് ചൂടുവെള്ളത്തിൽ നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ മന്തി റൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിക്കണം. ബിരിയാണി റൈസ് കൊണ്ട് മന്തി ഉണ്ടാക്കിയ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് മന്തിക്കുള്ള ചിക്കൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ചിക്കൻ വേവിക്കുന്നത്. ലോ ഫ്ലെയിമിൽ 1 വിസിൽ മതി ഈ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 2 ബേ ലീഫ്, 1 സ്പൂൺ മല്ലി, 1 സ്പൂൺ കുരുമുളക്, 8-10 ഗ്രാമ്പു, 5 ഏലക്കായ, 3-4 പട്ട, 1 സ്പൂൺ ജീരകം, 1 ഉണങ്ങിയ നാരങ്ങ. ഇനി നമുക്കെല്ലാം ഈ എണ്ണയിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്ലഷ് താഴോട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അതേപോലെ ഓരോന്ന് ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് തുറക്കാൻ പാടുള്ളൂ. ഇനി നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അരി നമുക്കൊന്ന് വാർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി നമുക്കൊരു പാത്രം വയ്ക്കാം. എന്നിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം 1 നാരങ്ങ നീര് ഒഴിക്കാം. 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്ന കാരണം അരി ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം. ഞാനിവിടെ 3 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അരി വേവണ സമയം കൊണ്ട് നമുക്ക് മന്തിയിലോട്ടുള്ള ചട്നി ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഒരു ജാർ എടുക്കാം. അതിലോട്ട് 2 തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 1 മീഡിയം സൈസ് സവോള, 2 പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് മല്ലിച്ചപ്പ്, പിന്നെ അല്പം വിനീഗർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം.
ചിക്കൻ ഇതിൻ്റെ മേലെ നല്ലപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ സെറ്റാക്കി കൊടുക്കണം നമുക്ക്. അതിനുശേഷം ബാക്കിയുള്ള സ്റ്റോക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് എരിവിന് നമുക്ക് 4 പച്ചമുളക് കീറിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഞാനൊരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മന്തിക്ക് ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ ബൗളിൽ കുറച്ച് കനല ഇട്ടിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ അടച്ചു വയ്ക്കണം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മന്തി റെഡിയായി. ഇനി ഈ കനൽ വെച്ച് നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.